ഇന്ന് നാട്ടടുക്കളയിൽ ഒരു കേക്കാ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പഞ്ചസാര ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഈ 4 മുട്ട ഉടച്ചെടുക്കാം. ഇനി ഇത് ബീറ്റർ വെച്ച് നന്നായി ഉടച്ചെടുക്കാം. ആദ്യം മുട്ട ഇതേപോലെ അടിക്കാം, എന്നിട്ട് പഞ്ചസാര കൂട്ടിയിട്ട് സ്മെല്ല് പോകാൻ വേണ്ടി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും അടിച്ചെടുക്കാം. നല്ല ക്രീം ആകുന്നത് വരെ ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ലൊരു ക്രീം ആകുന്നത് വരെ നമുക്ക് അടിച്ചെടുക്കാം. ബീറ്റ് ചെയ്തായിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതേപോലെ നല്ല പതഞ്ഞ് പൊങ്ങണം, അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം. നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അരിച്ച് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരേ ഭാഗത്തെ ഇളക്കാൻ പാടുള്ളൂ, ഇതേപോലെ പല ഭാഗങ്ങളിലേക്ക് ഇളക്കാൻ പാടില്ല. ഇനി ഞാനൊരു കുക്കറിൽ ഇതാക്കുന്നത്. കുക്കറിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ പുരട്ടിയിട്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനൊന്ന് ഇതേപോലെ ടാപ്പ് ചെയ്തോളൂ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഈ കുക്കർ വെച്ച് കൊടുക്കും. നല്ലോണം ചൂടായിട്ടാകുമ്പോൾ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഈ കുക്കറിൻ്റെ വെയിറ്റ് ഊരി വെക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 35 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ആ കേക്കായോ നോക്കാം. കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു വീട്ടിലെടുത്ത് ഇതേപോലെ കുത്തി നോക്കാം. ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇത് തണിയുന്നവരെ നമുക്ക് നല്ലോണം ആറി വന്നിട്ടുണ്ട്. ഇനി ഒരു കത്തി കൊണ്ട് നമുക്ക് സൈഡിലൊന്ന് വിടിവിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേ അളവിലെടുത്ത് നല്ലോണം ബീറ്റ് ചെയ്യണം, അങ്ങനെ എന്നാലേ ഇത് നല്ല പൊങ്ങി വരുള്ളൂ. പിന്നെ പഞ്ചസാര നമ്മൾ ഇതിൻ്റെ അത്ര തന്നെ എടുക്കണമെന്നില്ല, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഒരു 3/4 കപ്പ് വരെ എടുത്തു കൊടുത്താൽ മതി പഞ്ചസാര. നമുക്ക് ഇതിനകത്ത് ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. ഒട്ടും അടിക്കൊന്നും പിടിച്ചില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇതാ നല്ല കേക്ക് ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.